Ladies and gentlemen, today we are here to witness the coming together of the incredible creative forces of the Malayalam film industry, the ever versatile actor Asif Ali and the wonderful and beautiful storyteller Jis Joy. It is now time for us to welcome the director, Jis Joy. With a big round of applause, മികച്ച കൈയ്യടി നൽകി തന്നെ നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും ഹെവൻലി ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ഡയറക്ടർ സർ മിസ് ജോയ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ആദ്യമേ തന്നെ പറയട്ടെ, 7ാമത് സിനിമയിലേക്ക് അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഡയറക്ടർ, റൈറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കൂടെ തന്നെ പറയേണ്ട ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടല്ലേ. റൈറ്ററാണ്, ഡയറക്ടറാണ്, ആഡ് ഫിലിം ഡയറക്ടറാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ്, വാട്ട് നോട്ട്. കൈവച്ച മേഖലകളിലെല്ലാം തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ്. ആൻഡ് ലൈക്ക് ഐ സെഡ്, സിനിമ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ഒരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എപ്പോൾ ജിസ് സാറിനെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. സാർ സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോഴും അത്രത്തോളം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ക്യാൻ ഓൺലി ഇമാജിൻ അബൌട്ട് ദ മാജിക് ദാറ്റ് യു ആർ ബ്രിങ്ങിങ് ടു ദ ഫിലിം. എക്സൈറ്റഡ് ആണ്, മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എന്താണ് ഇപ്പോൾ പറയാനുള്ളത് സർ? ഓവർ ടു യു. ഹായ്, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയാണ്. തലവൻ കഴിഞ്ഞിട്ട്, തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഏത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും, കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറേ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുമെന്ന് ആദ്യമേ തന്നെ ജാമ്യം എടുക്കുകയാണ്. ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്നതിന് എത്രയോ നേരം മുമ്പ് 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഉണ്ട്, പാരൻസ്, കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത്, ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാനിന്ന് വളരെ ഇമോഷണലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിൻ്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്രയുണ്ടായതും. യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എൻ്റെ 2ാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് 7ാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 7 സിനിമയിലും 6 സിനിമയിലെ നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ, എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് ഒരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, അതു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ട് എത്തും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, TA നവാസ്, അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം
US പോയി അവനിടെയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാർ തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ന്യൂജൻ കാറ്, ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താനിവനോ, മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പോൾ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ടിന്റെ പല്ലവി എൻ്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാരോ ഇവൻ യാരോ, യാരുടെ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഗോവയിൽ സർക്കിട്ടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് റിവേഴ്സ് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദിന്റെ കുഞ്ഞെൻ്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. അപ്പം ഒരിക്കലും ബൈ പറയരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, സിയു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 150 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റായിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്, സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, ഇന്നിവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ ഡബിങ് ആർട്ടിസ്റ്റാണ്, ലിറിസിസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലി ഉണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണി ഉണ്ട്, ഇവരൊക്കെ വിളിക്കും. അനൂപ്, പിന്നെ ഇതിൽ ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കിൽ, അത് സഞ്ജയ് ബോബിയിലെ സഞ്ജയാണ്. അത് മുമ്പിൽ ഒന്നില്ല, ഇവിടെ ഇരിപ്പുണ്ട്, വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം സഞ്ജയും ഞാനും സുരേഷും കൂടെ ഒരുമിച്ചിരുന്ന് എത്രയോ രാത്രികളും പകലുകളും ഇരുന്നിട്ടാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പം നാളെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അതേപോലെ ഒരാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സൺഡേ ഹോളിഡേയിൽ ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെപ്പോലത്തെ ഒരു ആള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് ആദ്യത്തെ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശ്രുതി, അപ്പം ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം ഒരു ഗുണം ഉണ്ടാവില്ല, ആൾക്കാർ തേപ്പുകാരി എന്ന് വിളിക്കും. പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റു മറ്റ് ഭാഷകളിലേക്ക് പോയി. മലയാളത്തിന്റെ അഭിമാനമായ അല്ലേ ടച്ച് വുഡ് എന്നും അല്ല അങ്ങനെ ഇരിക്കട്ടെ. ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്, ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ തന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ വൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ നമ്പർ തന്നോടെ. ഞാൻ പറഞ്ഞു ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവൻ്റെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എൻ്റെ നാട്ടിൽ നിന്നാണ്. എൻ്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രോഡിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റ് നിന്നാൽ കാണായിരുന്നു ഇവിടെ. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ജയസൂര്യയും കൂടെ 2001-ലോ 2002-ലോ മറ്റോ ആണ് പാലക്കാട്ട് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഒരു 10,000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്.
ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റോട് കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരായിരുന്നു കുറച്ച് കാലത്തേക്കെങ്കിലും. അന്ന് മുതൽ എൻ്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ദ വൺ ആൻഡ് ഓൺലി സജീവ് നായർ. എണീറ്റ് നിന്നാൽ കാണാം സജീവേട്ട. ആഡ്ലക്സിൽ കഴിഞ്ഞ പ്രാവശ്യം റൈസപ്പിന് വന്നപ്പോൾ 10,000 പേര് അങ്ങ് അറ്റം വരെ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലുമൊക്കെ പേരെടുത്ത് പറയാൻ പറ്റും, സോറി പറഞ്ഞേ പറ്റും, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത്, എനിക്ക് ചിദംബരത്തിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിതോടെ ഉണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമൻ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയി, നമ്മളെല്ലാവരും പോലെ തന്നെ. അപ്പോൾ ബാലൻ്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലൻ്റെ പ്രിവ്യൂവിനെ വിളിച്ചു, കഴിഞ്ഞു. ഈ കക്ഷിയെ ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. ബാലൻ്റെ ഗെറ്റപ്പല്ലാതെ ഫർസാനയെ നമ്മൾ ഇന്ന് ഇവിടെ കാണാം. ഒത്തിരി മീഡിയയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടു കൂടി വന്ന ഫർസാനയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫിയുടെ അടുത്ത് പറഞ്ഞു, ബണ്ണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരു കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുൻ്റെ സിനിമകൾ കാണുമ്പോൾ അല്ലു അർജുൻ്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാൾ ശ്രീ ജിസ് ജോയി ആണെന്നുള്ളത് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫിയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശ്രീ ജിസ് ജോയി സംവിധാനം ചെയ്യുന്നു. ഏതാണ്ട് 6ാമത്തെ ചിത്രമാണ് നമ്മൾ ഒരുമിച്ച്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിസ് ജോയി ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശയിൽ ചോദിച്ചു, അപ്പോൾ നായകൻ ആസിഫാണോ എന്ന് തമാശയിൽ ചോദിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജനീഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ് ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റിയും ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ് ജോയ് നോട്ട് എനി മോർ അല്ല. തലവനോട് കൂടി അദ്ദേഹം ഗിയർ മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. ഡെഫിനറ്റ്ലി ആ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാനും ഒരു മടിയും പേടിയും ഉണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്ക് സ്റ്റാർട്ടർ സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ യാറ് മച്ച എന്ന പാട്ടൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ 7th ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ് ജോയി. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും
ഇവിടെ കാണിച്ച് പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. എൻ്റെ എന്ത് മണ്ടത്തരം ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എൻ്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കാണ്. അതിന്റെ കൂടെ അസിഫിക പോകാൻ നിർത്തി വെക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ആ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മീശ പിരിക്കുന്ന ഒരു വീഡിയോ ആ ഒരു മൊമെന്റിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവായിട്ട് ആ മീശ പിരിച്ചാൽ എങ്ങനെയുണ്ടാവും? എല്ലാരും റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് വെച്ച മീശയാണ്. സിനിമ പിരിച്ച പോരെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാവരും ഏച്ചെടുക്കട്ടെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതായിട്ട് ഇപ്പൊ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പൊ അതിനൊരു ഫീലില് അസലായിട്ടൊന്ന് മീശ പിരിച്ച് നമ്മളെ ഒന്ന് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ആസ്വദിക്കുന്നതോട് റിക്വസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഏട്ടാ മൈക്ക് മാറ്റിട്ട് അങ്ങ് മീശ പിരിപ്പിക്കാമല്ലേ? So here comes the moment, everybody be ready to capture this, and here is the BGM! Once more, ഒരു വട്ടം കൂടെ പോട്ടെ. ഒരു വട്ടം കൂടെ 10 വട്ടം കൂടെ ചെയ്യിപ്പിക്കണം നമുക്കുണ്ട്. എന്നാലും but still യെസ് എല്ലാവർക്കും കിട്ടിയല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക. എപ്പോഴും ആസിഫിക സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട മൊമെന്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീയിങ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ആൾ സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ മോനെ നോക്കി എന്തോ എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോൾ ഞാൻ കണ്ടിരുന്നു. എന്താ കൺവേ ചെയ്തേ? മോനോട് എന്താ പറഞ്ഞേ? അല്ല ഡാഡേനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. ഐ തിങ്ക് പെർഫെക്റ്റ് ഒരു മൊമെന്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് അത്രത്തോളം വലുതായിരുന്നു. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ടു ലിസൺ ടു യുവർ മ്യൂസിക്സ് കമ്മിങ് ത്രൂ ദ ഫിലിം. ഹൗ ആർ യു ഫീലിംഗ്? ഐ ഫീൽ നെർവസ്. ഭയങ്കര ഇൻട്രോക്കെ ആയിപ്പോയി. ഇന്ന് സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിപ്പിച്ചാലോ? ഞാൻ സംസാരിച്ചോളാം. ഒന്നും ഞാൻ ആസിഫിൻ്റെ കഴിഞ്ഞ സർക്യൂട്ടിൽ ആണ് കഴിഞ്ഞ എൻ്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ. ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. സ്വന്തം ഫാമിലിയുടെ സിനിമയാണ്. സോ ആസിഫ വാസ് ഓൾവേസ് എ സപ്പോർട്ട്. ജിസേട്ടൻ വെരി ഹാപ്പി ഫോർ ദ ക്രൂ ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ജിസേട്ട ടൈറ്റിൽ പൊളിച്ചു, ഒരു രക്ഷയില്ല. ഗ്രേറ്റ്. സോ വെരി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. വെൽക്കം സർ. യെസ് സാറിന് നമ്മളോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്. ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിരിക്കാം, പക്ഷേ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയ് ആയാലും ജിസ്ജോയ് ആയാലും ഷൈൻ ടോച്ചാക്കായാലും അവൻ കൈ പൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത് എൻ്റെ പേരൂടെ പറയണമെന്ന്. ഞാൻ ആ കുടുംബാംഗമാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. നമ്മളൊരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെയോ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിൻ്റെ സൺഡേ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫുമായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛനാണ്. 2 ലൊക്കേഷനും ഒരു വീളം, 2 സിനിമ എത്രയോ കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം, ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന ഈ സംവിധായകനുമായിട്ടും ഈ നടന്മാരുമായിട്ടും എനിക്ക് എന്താണ് റിലേഷൻ. അതൊന്നും
നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്നതല്ല. ഹാപ്പനിങ് സംഭവിച്ചു. എൻ്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട് അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കളുണ്ടായി. അത് തന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ്, ഞാൻ അവസാനം അഭിനയിച്ച സിനിമ രാജീവ് രവിയുടെ അവസാനമാണെന്ന് അറിഞ്ഞൂടാ, പുള്ളി എന്നെ നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് നടക്കുക. ആസിഫിനെ ഞാൻ പറ്റിച്ചു. കുറ്റവും ശിക്ഷയും എന്താ, നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാനും എനിക്കറിയാം, ഉണ്ടായിരുന്നോളാം ജഡ്ജി. അപ്പോൾ ഈ മനുഷ്യർ ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെയും ഭാരതത്തിൻ്റെയും അതിർത്തിയിൽ നിന്ന് അഭിനയിച്ച് തുടങ്ങിയവനാണ് ഞാൻ. ഞാനൊരു പട്ടാള വേഷവും കെട്ടിയിട്ടില്ല, ഞാൻ പോലീസ് വേഷം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ പോലീസ് വേഷം കെട്ടാൻ വന്നവരാ, ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മണ്ണാരണ്യത്തിൽ കൊണ്ട് യാത്ര ചെയ്യാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്നുള്ള എൻ്റെ ഭാവനയിൽ തോന്നിയ കുറേ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിൻ്റെ കോള് വരുന്നത്, കോവിഡ് പകരെയാണ്, തിരിച്ചു വരണം. അതിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജിസ് മോൻ ജോയ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ് മോൻ ജോയ്. തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ മകനെ തേച്ചുകൊണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നതിലും. ഞാൻ ഇന്ന് ഈ വേഷം കെട്ടത്, ഞാനൊരു ജുബ്ബ ഉണ്ടാവുന്നത്, പക്ഷെ എനിക്ക് തോന്നി എന്നെ കിളവനാക്കി കളയാൻ വേണ്ടി, കടപ്പിരോഗിയാക്കി കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടീഷർട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ വിട്ട് പൈസ പോയി തിരിച്ചു. താങ്ക് യു സോ മച്ച്. ഈ സിനിമയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും. Thank you so much, sir, for your work. ഏറ്റവും സ്നേഹത്തോടെ ആവശ്യത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജസ്റ്റ് പറഞ്ഞിരുന്ന ഒരു ലുക്ക് മാറി, റിയൽ ലുക്ക് കാണാനായിട്ട് നമുക്ക് ഇന്നൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് ഹാവ് വൺ ക്വസ്റ്റ്യൻ. അത്രത്തോളം അപ്രിസിയേഷൻസ് ആയിരിക്കും ലഭിക്കുന്നതല്ലേ? ആ സിനിമയിലെ സൈലൻസ് ആണെങ്കിലും ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും യു ഹാവ് ഡെലിവേർഡ് ഇറ്റ് സോ വെൽ. സോ മെച്ചുവേർഡ് ആക്ടർ ഒരു വൈബ് തന്നെയാണ് നമുക്ക് എല്ലാ സീനിലും കിട്ടുന്നത്. ആൻഡ് യു ആർ വൺ ഓഫ് ദ സ്ട്രോങ് പോയിന്റ് ഓഫ് ദ ഫിലിം. സോ ഹൗ ഈസ് യുവർ ലൈഫ് നൗ ആഫ്റ്റർ ബാലൻ? Thank you so much. Life hasn't changed as much. Everything is just the same, except for the fact that I'm invited to events like these. I'm very happy to be here. Thank you, sir, for having me here. It's a very special moment, and I'm happy to share it with Team Kottayam Belt. All the very best to the entire team, to the producers, to the cast and crew, Asif Ali, Just Joy, the rest of the cast and crew. Happy journey, and I think I'll see you all at the cinemas. അപ്പോൾ ഭയങ്കര സന്തോഷം ജിസേട്ട. കാര്യം ഞാൻ കുറേ വർഷങ്ങളായിട്ടോ, ഓൾമോസ്റ്റ് ചെറുപ്പം മുതലേ ഇവരുടെ കണ്ടാണ് വളരുന്നത്. ജിസേട്ടൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എന്നേക്കാൾ കൂടുതലുള്ളതാണ് ഇക്കാളുടെ കൂടെ. അപ്പോൾ എനിക്കിതൊരു ഫാമിലി ഫങ്ഷനാണ്. സോ ഓൾ ദി ബെസ്റ്റ് ജിസേട്ട. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാം അടിപൊളിയാവട്ടെ.
എന്നെയും ഇനി ഏതെങ്കിലും പടത്തിൽ വിളിക്കുക. താങ്ക് യു സോ മച്ച്. And what a wonderful moment to celebrate on this day. You can smile. സൺഡേ ഹോളിഡേ എന്ന ഫീൽ ഗുഡ് സിനിമ അങ്ങനെ 9 വർഷമായിട്ട് നമ്മളെല്ലാവരെയും ഫീൽ ഗുഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് പോസ് ഫോർ ദ പിക്ചർ. കോട്ടയം ബെൽറ്റ് സിനിമയുടെ താരങ്ങൾ, ക്രൂ മെമ്പേഴ്സ് ടൈറ്റിൽ ലോഞ്ച് സെറമണി ഭാഗമായിട്ട് അങ്ങനെ നമുക്ക് മുന്നിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. Let us wait for the film. Let us wait for the release of the film. Let us wait to celebrate the coming together of Asif Ali and Just Joy. Thank you so much. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് OJ ജനീഷ് സർ, മിസ്റ്റർ അനൂപ് വിനായ് സർ, മിസ്റ്റർ TN അവർ സർ നന്ദി അറിയിക്കുന്നു. കോട്ടയം ബെൽറ്റ് സിനിമയുടെ കാസ്റ്റ് ഏവരോടും ദയവായി സ്റ്റേജിൽ തുടരുവാനായി അഭ്യർത്ഥിക്കുന്നു. കാസ്റ്റ് മെമ്പേഴ്സ് ഒരുമിച്ച് ഒരു ഫോട്ടോ കൂടെ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു.